കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സൂംബ ഡാൻസ് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെയുള്ള വിസ്ഡം മുജാഹിദീൻ നേതാവ് TK അഷ്റഫിന്റെ പരാമർശം വിവാദമാകുന്നു. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? അവൻ മണ്ടനാ, മാരാമണ്ടൻ, തലയിലൊന്നും ഒന്നുമില്ല. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതെന്നായിരുന്നു ഫേസ്ബുക്കിലെ വിചിത്ര പരാമർശം. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ഇയാളൊരു കഴുതയാണല്ലോ. അധ്യാപകൻ എന്ന നിലയിൽ താൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും നടപടി നേരിടാൻ തയ്യാറെന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇവരൊക്കെയാണ് തന്റെ കൂടപ്പറപ്പ. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഈ TK അഷ്റഫ് ഉദ്ദേശിച്ചത് സൂംബ ഡാൻസിനെ പറ്റിയാണോ അതോ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന നൃത്തം അല്ലെങ്കിൽ ഈ നൃത്തരൂപം വേറെന്തോ ആണ് തെറ്റിദ്ധരിച്ച് പറയുന്നതാണോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? കാശ്മീർ കൃത്യമായി സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെയാണ് ഇത്തരത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുള്ളത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഒരു അധ്യാപകനാണ്. അധ്യാപകൻ എന്ന രീതിയിൽ താൻ ഈ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. തന്റെ മകനെയും ഇത്തരം പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണ്ട. മാത്രമല്ല, ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ വിടുന്നത്. പക്ഷേ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നത് പഠിക്കാൻ അല്ല കുട്ടികളെ വിദ്യാലയങ്ങളിൽ വിടുന്നത്. ഈ ഒരു സൂംബ ഡാൻസിനോട് മാനസികമായി തന്നെ ചില അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ അവരൊന്നും ഇത് പുറത്തു പറയാത്തത് ചില തരത്തിലുള്ള പേടി കൊണ്ടാണ്. പക്ഷേ താൻ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് തല നടപടി ഉണ്ടാവുകയാണെങ്കിൽ ആ നടപടി ഉണ്ടാകട്ടെ. എത്തരത്തിലുള്ള നടപടിയായിരിക്കും തനിക്കെതിരെ ഉണ്ടാവുക എന്ന് അറിയാൻ തന്നെയാണ് തന്റെ നിലപാട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആഷ്മി, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അല്ലെ, അല്പവസ്ത്രം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതില? അങ്ങനെ അല്പവസ്ത്രം അല്ലല്ലോ സൂംബ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അത് അദ്ദേഹം തന്നെയാണ് കൂടുതൽ വ്യക്തമാക്കേണ്ടത്, ഹാഷ്മി. കാരണം നമുക്കറിയാം എന്തിനാണ് സർക്കാർ ഇത്തരമൊരു പദ്ധതി അല്ലെങ്കിൽ പരിപാടി സ്കൂളുകളിൽ നടത്തുന്നത് എന്നത് കൃത്യമായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ട്. അത് മനസ്സിലാക്കണ്ടേ? അതിന് ബോധം വേണ്ടേ? ഇതിനകം തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ച ഇത്തരം ഭാഷ തന്നെയാണ് വിവാദത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഒരു വ്യക്തത അദ്ദേഹം തന്നെയാണ് വരുത്തേണ്ടത്. ആഷ്മി, താങ്കളുടെ എന്തെങ്കിലും അഭിപ്രായം തിരക്കിയോ? ഞാൻ പറയുകയാണെങ്കിൽ അങ്ങ് ഉരിയടിയാൽ മതി. ലഹരി വ്യാപനത്തിന്റെയും അടിപിടിയുടെയും ആഘോഷത്വരയുടെയും മറ്റും പേരിൽ പൊതുവിദ്യാലയങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ അകറ്റാൻ കാരണമാവുന്ന നടപടിയാണ് ഇതിലൂടെ സംഭവിക്കുക എന്നൊക്കെയാണ് TK അഷ്റഫ് എഴുതുന്നത്. എന്തുകൊണ്ടാണ് എന്ന കാര്യം അറിയില്ല. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സൂംബ ഡാൻസിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നത്? അത് കാലങ്ങളായ ഒരു വ്യായാമമുറ എന്നുള്ള നിലയ്ക്കൊക്കെ എടുക്കുന്ന കാര്യമാണ്. പിന്നെ അല്പവസ്ത്രം എന്നൊക്കെ പറയുന്ന TK അഷ്റഫ് കണ്ട സൂംബ ഡാൻസ് എന്താണെന്ന് അറിയില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ?